നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചുമമരുന്നുകളിൽ 100 ഇനങ്ങൾക്ക് നിലവാരമില്ലെന്ന് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇന്ത്യൻ നിർമ്മിത ചുമമരുന്ന് കഴിച്ച് ഗാംബിയ, ഉസ്ബെക്കിസ്ഥാൻ, കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളിൽ കുട്ടികൾ മരണപ്പെട്ടതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ആരോപണം ശരിവെക്കുന്ന വിധത്തിൽ മരുന്നുകളിൽ ഭൂരിഭാഗത്തിലും നിലവാരമില്ലെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ചില മരുന്നുകളിൽ ജീവന് തന്നെ ഭീഷണിയായ ഘടകങ്ങളുണ്ടെന്നും പരിശോധനയിൽ തെളിഞ്ഞു. ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട് ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറി. ഇന്ത്യൻ മരുന്നുകളുടെ നിലവാരം സംബന്ധിച്ചുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോപണം രാജ്യത്തെ ഔഷധ കയറ്റുമതിയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നതോടെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കർശന ഇടപെടൽ നടത്താൻ നിർബന്ധിതരാവുകയായിരുന്നു. പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 144 മരുന്നുൽപാദന യൂണിറ്റുകൾ പൂട്ടി. വിവിധ കമ്പനികളുടെ 7087 ബാച്ച് കയറ്റുമതി ചുമമരുന്നുകൾ പരിശോധിച്ച ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അവയിൽ 353 എണ്ണവും നിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തി. 9 ബാച്ച് മരുന്നുകളിൽ മനുഷ്യ ശരീരത്തിന് ദോഷകരമായ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തി. 2019 മുതൽ രാജ്യത്ത് നിർമ്മിക്കുന്ന സിറപ്പുകളിൽ വിഷമയമാർന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ഉസ്ബെക്കിസ്ഥാൻ, ഗാംബിയ, കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിന്റെ ഭാഗമായി 141 മരണങ്ങൾ ഉണ്ടായെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇനിയും വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുന്നത്.